അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി നമുക്ക് സൂറത്തു തൗബയിലെ സൂക്തം 77 അതിനോട് ചേർന്ന് 78 രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون ألم يعلموا أن الله يعلم سرهم ونجواهم وأن الله علام الغيوب. فأعقبهم അനന്തരഫലമായി നൽകി അവർക്ക്, അനന്തരഫലമായി അവൻ അവർക്ക് നൽകി നിഫാഖൻ കാപ്പട്യത്തെ, ഫി ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ, ഇലാ യൗമി യൽഖൗനഹു അവർ അവനെ കണ്ടുമുട്ടുന്ന ദിനം വരേക്കും, ബിമാ അഖ്ലഫുല്ലാഹ് അവർ അള്ളാഹുവിനോട് ലംഘിച്ചതുകൊണ്ട്, മാ വഅദൂഹു അവർ അവനോട് ചെയ്ത കരാറിനെ, അവർ അവനോട് കരാർ ചെയ്തത്, വാഗ്ദത്തം ചെയ്തത് അവർ അള്ളാഹുവിനോട് ലംഘിച്ചത് കൊണ്ടാണ് ഇത്തരം ഒരു പര്യവസാനം അവർക്കുണ്ടായത്. അഥവാ നിഫാഖ് അവരെ പിന്തുടർന്നെത്തിയത്, അല്ലെങ്കിൽ അവർക്ക് അനന്തരഫലമായി നിഫാഖിനെ തന്നെ നൽകിയത്. വ ബിമാ കാനൂ യക്ദിബൂൻ അവർ കളവ് പറയുന്നതിനാലും. അലം യഅലമു അവർക്കറിയില്ലയോ, അന്നല്ലാഹ യഅലമു തീർച്ചയായും അള്ളാഹു അറിയുന്നു എന്ന്, സിർറഹും അവരുടെ രഹസ്യം, വ നജ്വാഹും അവരുടെ സ്വകാര്യ സംഭാഷണവും, വ അന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ് അള്ളാഹു അഗോചരമായ സംഗതികളിൽ സമ്പൂർണ്ണ ജ്ഞാനമുള്ളവരാണെന്നും അവർക്കറിയില്ലയോ എന്നോട് അർത്ഥം പറയാം. ഫഅഖബഹും നിഫാഖൻ ഫി ഖുലൂബിഹിം അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ കാപ്പട്യത്തെ അനന്തരമായി നൽകി, അല്ലെങ്കിൽ കാപ്പട്യത്തെ അവരുടെ ഹൃദയങ്ങളിൽ കുടിയിരുത്തി. അഖബ അഖിബ് എന്നുണ്ടായിരുന്നുണ്ട്, അതാണ്. പിന്നെ ഇഖാബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഫലമായി മറ്റൊരു കാര്യം ഉണ്ടാവുക, അതാണ്. കാപ്പട്യത്തിൽ തുടർന്ന് വന്നത് കൊണ്ട് മരണം വരെ അവർ കാപ്പട്യത്തിൽ തന്നെ തുടരേണ്ടി വരുന്നു എന്നർത്ഥം. ഫഅഖബഹും നിഫാഖൻ ഫി ഖുലൂബിഹിം അവരുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ അവൻ കാപ്പട്യത്തെ കുടിയിരുത്തി, അല്ലെങ്കിൽ പിന്തുടർത്തി. ഇലാ യൗമി യൽഖൗനഹു അവനെ കണ്ടുമുട്ടുന്ന ദിനം വരേക്കും. ബിമാ അഖ്ലഫുല്ലാഹ അവർ അള്ളാഹുവിനോട് ലംഘിച്ചതിനാൽ, മാ വഅദൂഹു അവർ അവനോട് വാഗ്ദത്തം ചെയ്തതിനെ, വ ബിമാ കാനൂ യക്ദിബൂൻ അവർ കളവ് പറയുന്നതിനാലും. അലം യഅലമു അവർക്ക് അറിയുകയില്ലയോ, അന്നല്ലാഹ യഅലമു സിർറഹും അള്ളാഹു അവരുടെ സ്വകാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെന്ന്, വ നജ്വാഹും അവരുടെ രഹസ്യഭാഷണങ്ങളും, വ അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു അല്ലാമുൽ ഗുയൂബ് അദൃശ്യങ്ങളൊക്കെയും അറിയുന്നവൻ, അദൃശ്യങ്ങൾ സമ്പൂർണ്ണമായി അറിയുന്നവനാണവൻ എന്ന കാര്യവും അവർക്കറിയില്ലയോ. അഖബ അക്കർത്ത ഞാൻ പറഞ്ഞല്ലോ, ഇഖാബ് അല്ലെങ്കിൽ ആഖിബ് എന്നുള്ള ഇതിനൊക്കെ ഉണ്ടായതാണ്. എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മടമ്പിന് അഖബ് എന്ന് പറയും, അതുപോലെ പിന്തുടർന്നു എന്ന് അഖബ എന്നുള്ളതിന് അർത്ഥമുണ്ട്. അഖബ ആഖിബത്ത് പറഞ്ഞാൽ പര്യവസാനം എന്ന്, ഒരു കാര്യത്തിൻ്റെ ഫലമായി വേറൊരു കാര്യം ഉണ്ടായി വരിക, അതാണ് ആഖിബത്ത് എന്ന് പറയുക. ഇവിടെ അവരിൽ കാപട്യം വളർന്ന് അത് അവരിൽ രൂഢമൂലമായിരിക്കുന്നു, അത് അവരുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു എന്നാണ്. ഫഅഖബഹും നിഫാഖൻ ഫി ഖുലൂബിഹിം കാപട്യം അവരിൽ ഉറച്ചിരിക്കുന്നു, രൂഢമൂലമായിരിക്കുന്നു. അത് അവർ മരണം വരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, അന്ത്യനാൾ വരേക്കും അതായിരിക്കും അവരുടെ സ്വഭാവം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുക. അതിനെന്താ കാരണം? ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറിനെ ലംഘിച്ചു. ഒരു ഉദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ. സഅലബത്ത് ഇബ്നു ഹാത്തിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ
സമ്പത്ത് ധാരാളമായി അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ചെയ്ത കരാറൊക്കെ മറന്നു. അള്ളാഹുവിനോട് ചെയ്ത കരാറ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത കരാറൊക്കെ മറന്നു. അത് മാത്രമല്ല, കരാറ് ലംഘിച്ചുകൊണ്ട് അവരുടെ ഭൗതിക താല്പര്യങ്ങളിൽ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, പിന്നെ അവർ കളവ് പറയുകയും ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഈ ഖുർആൻ സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സക്കാത്തുമായിട്ട് വന്നു. അപ്പോഴും അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്, സഅലബത്ത് ബിൻ ഹാത്തിബ് എന്ന മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഈ മുഹമ്മദ് എൻ്റെ സക്കാത്ത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ മദീനക്കാരുടെ ഇടയിൽ മോശക്കാരനായി മാറും. അല്ലാതെ പറ്റിപ്പോയ തെറ്റിലുള്ള ഖേദമൊന്നുമല്ല. അതുപോലെ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹം സക്കാത്തുമായിട്ട് വന്നു നോക്കി. അബൂബക്കർ സിദ്ദീഖ് അത് വാങ്ങാതിരിക്കാനുള്ള കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങാതിരിക്കാനുള്ള കാരണം അള്ളാഹു അനുവദിച്ചില്ല എന്നുള്ളതാണ്. അള്ളാഹു അനുവദിക്കാതിരിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ എന്താണ്? അയാൾക്ക് തന്നെ സംബന്ധിച്ചുള്ള മതിപ്പ്, അൻസാരികൾ തന്നെ സംബന്ധിച്ച് എന്ത് വിചാരിക്കും, അൻസാരികളിൽ തനിക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ, ഇതൊക്കെ ബേജാറായിട്ടാണ് സക്കാത്ത് കൊടുക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ നിർദ്ദേശം പാലിക്കാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അതനുസരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇങ്ങനെ ഭൗതികമായ താല്പര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ നിഫാഖ് വർദ്ധിച്ച് വരികയാണ് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇവിടെ ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബിമാ അഖ്ലഫുൽ, അള്ളാഹിനോടുള്ള കരാറിനെ ലംഘിച്ചു. അതാണ് ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദുഹു. ഒന്ന്. രണ്ടാമത്തേത് വബിമാ കാനു യക്ദിബുൻ, കളവ് പറയുക, ഉള്ളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക, എന്നാൽ പുറമേക്ക് ആളുകളെ കാണിക്കാൻ വേണ്ടി വിശ്വാസം പ്രകടിപ്പിക്കുക. ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് അവർ കപടന്മാരായി തന്നെ തുടരേണ്ടി വരുന്ന വിധം അള്ളാഹുവിൻ നടപടിക്രമം അവരിലുണ്ടായി എന്നാണ്. അലം യഅലമു, അവർക്കറിയില്ലയോ? അതൊരു അത്ഭുത സൂചകമായ ചോദ്യമാണ്. അല്ലാതെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയാഞ്ഞിട്ടാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കൊന്നുമല്ല. അലം യഅലമു എന്ന് പറഞ്ഞ ചോദ്യമാണല്ലോ. ലം എന്ന് പറഞ്ഞാൽ ലം യഅലമു, അറിഞ്ഞിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല. അലം യഅലമു, അവർ അറിഞ്ഞിട്ടില്ലയോ? അവർക്കെന്താ അറിയില്ല? അള്ളാഹു അവരുടെ സ്വകാര്യമായ നിലപാട്, അവരുടെ ഉള്ളിലുള്ള കാപട്യം, അവരുടെ ഉള്ളിലുള്ള കളവ്, വഞ്ചന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും അവഗണിക്കുന്ന സ്വഭാവം, ഇതൊന്നും അള്ളാഹ് അറിയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അലം യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും, സിർറ് എന്ന രഹസ്യം എന്ന അവരുടെ രഹസ്യം, അവരുടെ ഉള്ളിലിരിപ്പ്, അത് അള്ളാഹുവിന് അറിയില്ല എന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത്? ഓ നജ്വാഹും, സ്വകാര്യമായ അവരുടെ വർത്തമാനവും, സ്വകാര്യമായിട്ട് നജ്വാൻ, അതാണ് ഗൂഢാലോചന എന്നോ സ്വകാര്യ ഭാഷണം എന്നോ അവരാളുകളോട് പറയുന്നത്, അവരുടെ ഉള്ളിലിരിപ്പ് അവർ പ്രകടിപ്പിക്കുന്നത്, ഇതൊന്നും അള്ളാഹ് അറിയില്ല എന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത്? ഓ അന്നല്ലാഹു അല്ലാമുൽ ഗുയൂബ്, അള്ളാഹു അല്ലാമുൽ ഗുയൂബാണെന്നുള്ള കാര്യം, അദൃശ്യകാര്യങ്ങളിലൊക്കെ സമ്പൂർണ്ണമായ ജ്ഞാനമുള്ളവൻ. അല്ലാം, അലിം, അലീം, അല്ലാം. അലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, അലീം എന്ന് പറഞ്ഞാൽ സകലതും അറിയുന്ന സർവജ്ഞൻ. അല്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ മുഴപ്പിച്ച്, ഒന്നുകൂടെ പെരുപ്പിച്ച്, ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ട് അല്ലാം ഉപയോഗിക്കുക. അലിം, അലീം, അല്ലാം. അലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, അലീം എന്ന് പറഞ്ഞാൽ സർവ്വതും അറിയുന്നവൻ, അല്ലാം എന്ന് പറഞ്ഞാൽ സകലത്തര കാര്യങ്ങളിലും സമ്പൂർണ്ണമായ ജ്ഞാനമുള്ളവൻ അല്ല. ഗൈബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഗുയൂബ്. ഗുയൂബ് അദൃശ്യങ്ങൾ, അഗോചര സംഗതികൾ, അഭൗതിക സംഗതികൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതെല്ലാം അറിയുന്നവൻ അള്ളാഹുവാണെന്ന കാര്യവും അവർക്കറിയില്ലയോ? ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്താം. ഫഅഖബഹും നിഫാഖൻ, അവരെ കാപട്യം പിന്തുടർത്തി, ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിൽ, ഇലാ യൗമി യൽഖൗനഹു, അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം വരേക്കും, ബിമാ അഖ്ലഫുല്ലാഹ, അവർ അള്ളാഹുവിനോട് ലംഘിച്ചതിനാൽ, മാ വഅദൂഹു, അവർ അവനോട് വാഗ്ദത്തം ചെയ്തത്, വബിമാ കാനു യക്ദിബൂൻ, അവർ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനാലും. അലം യഅലമു, അവർ അറിഞ്ഞിട്ടില്ലയോ? അന്നല്ലാഹ യഅലമു, തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ടെന്ന്, സിർറഹും, അവരുടെ രഹസ്യം, വ നജ്വാഹും, അവരുടെ സ്വകാര്യമായ സംഭാഷണവും, വ അന്നല്ലാഹ, അള്ളാഹു, തീർച്ചയായും അള്ളാഹു ജ്ഞാനമുള്ളവനാണെന്നും സമ്പൂർണ്ണ ജ്ഞാനമുള്ളവനാണെന്നും, അൽ ഗുയൂബ്, അഗോചരമായ സംഗതികളിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാപട്യം എന്ന ദീനത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കറകളഞ്ഞ മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.